കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്നും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ ദൈവമോ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ തലത്തിലൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. സഹോദരങ്ങളെ, കർത്താവിന് വേണ്ടി കൈ തുറക്കുന്ന, കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ചെയ്യുന്ന ആരെയും ദൈവം മറക്കത്തില്ല. അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും തീർത്തു തരുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും അനുഭവിച്ചറിയാൻ നമുക്കിടയാവണം. എപ്പോഴും ദൈവമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടാവണം. മോശ പ്രാർത്ഥിച്ച പോലെ, ദൈവമേ, ഇങ്ങനെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. നടന്നു വന്ന പാതകളിലും പോയിടത്തുമൊക്കെ എവിടെയെങ്കിലും ആ പ്രസൻസ് നഷ്ടപ്പെട്ടതായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കണം. മോശയുടെ കൂടെ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, ബലമുണ്ട് മനുഷ്യയായി. മോശ പറയുന്നു, കർത്താവേ, അതല്ല എനിക്ക് വേണ്ടത്, അവയുടെ സാന്നിധ്യം എനിക്ക് മുമ്പായി പുറപ്പെടണം എന്നാണ് മോശ പ്രാർത്ഥിക്കുന്നത്. ഇന്ന് പകൽ എത്ര പേര് പ്രാർത്ഥിക്കുന്നു? ബുദ്ധിയോ ജ്ഞാനവോ ഡിപ്പോസിറ്റുകളോ ഒന്നും എന്നെ നിലനിർത്തത്തില്ല. പിതാവ്, ഞങ്ങളുടെ പ്രസൻസ് ഇല്ലെങ്കിൽ ഞങ്ങൾ വട്ടപ്പൂച്ചയാണ്. ആ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങൂ. ദൈവം മോശയോട് പറയുക, എൻ്റെ സാന്നിധ്യം നിനക്ക് മുമ്പായി പുറപ്പെടും. മാത്രമല്ല, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. സഹോദരങ്ങളെ, അവിടെ ഒരു കൺഫർമേഷൻ ദൈവം നൽകുക. സാന്നിധ്യം ഉണ്ട്. നമ്മളിടയ്ക്ക് അങ്ങനെയൊക്കെ ഒന്ന് ദൈവത്തോട് ചോദിക്കും. കർത്താവേ, പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, പള്ളി വരുന്നുണ്ട്, പക്ഷെ എൻ്റെ കൂടെ അങ്ങയുടെ പ്രസൻസ് എൻ്റെ കുടുംബത്തിനകത്തുണ്ടോ? എനിക്കതൊന്ന് അറിയണം. അതിനുവേണ്ടി ഒന്ന് മുട്ടുമടക്കാൻ നമ്മളൊന്ന് തയ്യാറാവണം. അല്പസമയം അതിനുവേണ്ടി ഒന്ന് നമുക്ക് വിനിയോഗിക്കാം. ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെടാൻ ദൈവം നമ്മെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഈ കാലഘട്ടത്തിൽ നിൽക്കണമെങ്കിൽ അമിത ബലം, അത്യന്ത ശക്തി, അളവറ്റ വലുപ്പം നമുക്ക് ആവശ്യമാണ്. ദുർദിവസങ്ങൾ വരുന്നു, ദുർഘട സമയങ്ങൾ വരുന്നു. മാനുഷിക ബലം കൊണ്ട്, ശക്തി കൊണ്ട്, ആവർത്തിച്ച് പറയുന്നു, ബാങ്ക് ഡിപ്പോസിറ്റ് കൊണ്ട് ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ദിവസങ്ങളല്ല ഇനി വരാൻ പോകുന്നത്. അവിടെ ഒരു അമിത ബലം, അത്യന്ത ശക്തി നമ്മുടെ അകത്ത് വ്യാപരിക്കാൻ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഒരമിത ബലം. ഒന്ന് പ്രാർത്ഥി, കർത്താവേ, ഈ അത്യന്ത ശക്തിയാൽ, അത്യുന്നത ശക്തിയാൽ ഞങ്ങളെ ഒന്ന് നിറയ്ക്കണമേ. മുൻപോട്ട് പോകണമെങ്കിൽ, സകലത്തെയും ജയിക്കണമെങ്കിൽ, പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ ശക്തി ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. അതാണ് പറയുന്നത്, ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ആത്മശക്തി നമ്മുടെ തലമുറകളുടെ മേൽ വരട്ടെ. വചനത്തിൻ്റെ ശക്തിയാൽ ദൈവം നമ്മെ നിറയ്ക്കട്ടെ. നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ആവർത്തിച്ച് നമുക്ക് പ്രഖ്യാപനം ചെയ്യാം. പിന്മാറുന്ന കൂട്ടത്തിലല്ല നമ്മൾ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകയാൽ ധൈര്യത്തോടെ നമുക്ക് സ്റ്റെപ്പ് എടുക്കാം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിനെ നോക്കിക്കൊണ്ട് പ്രവാസകാലം ഭയത്തോടെ കഴിപ്പാൻ നമുക്കിടയാവണം. ഈ ദൈവം ഉന്നതനായ ദൈവം, ഈ ദൈവം ഉയർന്നിരിക്കുന്ന ദൈവം, ഈ ദൈവം മരണത്തെ ജയിച്ചവൻ, ഈ കർത്താവ് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും
താക്കോൽ കൈവശമുള്ളവൻ, വിളിച്ചു വരുത്തുന്നവൻ, നിർമ്മിക്കുന്നവൻ. അവിടുത്തെ കഴിയാത്ത ഒരു കാര്യമില്ല സഹോദരങ്ങളെ. അതൊരു ഹൃദയത്തിനകത്ത് ഉറപ്പാക്കണം. കർത്താവിന് കഴിയാത്ത ഒരു കാര്യമില്ല. നമുക്ക് കഴിയാത്തത് എൻ്റെ കർത്താവിന് കഴിയുമെന്ന് ഇന്ന് പ്രഭാതത്തിൽ ഒരു ഉറപ്പ് നമ്മുടെ അകത്ത് വ്യാപരിക്കട്ടെ. കർത്താവിന് കഴിയും, കർത്താവിന് കഴിയും, കർത്താവിന് കഴിയും. 38-ാം സങ്കീർത്തനം 15-ാം വാക്യം. യഹോവേ, നിന്നിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, നീ ഉത്തരം അരുളും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദാവീദ് പറഞ്ഞ സങ്കീർത്തനാണ്, പാടിയ സങ്കീർത്തനാണ് നമ്മൾ കേട്ടത്. യഹോവേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുത്, എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് അനർത്ഥം അന്വേഷിക്കുന്നവർ, വേണ്ടാതീനം സംസാരിക്കുന്നവർ, ചതിവ് ചിന്തിക്കുന്നവർ, ഇതൊക്കെ നടക്കുമ്പോഴും ഞാൻ ചെകിടനെ പോലെ ഇത് കേൾക്കാതിരിക്കുകയാണ്. മറ്റൊരു സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ചുറ്റോ ഭീതി എന്ന അപശ്രുതി കേൾക്കുന്നുണ്ട്, അതിൻ്റെ നടുവിലും ഞാൻ ആയിരിക്കുകയാണ്. പക്ഷെ ഈ പ്രാർത്ഥനയുടെ ആഴമായ ഒരു ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. 5-ാം വാക്യം നമ്മുടെ യഹോവേ, നിന്നിലാണ് ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നത്. ഈ പുറത്ത് വേണ്ടാതീനം സംസാരിക്കുന്ന, എഴുന്നേൽക്കത്തില്ലെന്ന് പറയുന്ന, വന്നത് നന്നായി എന്ന് പറയുന്ന ഒരു സമൂഹമുള്ളപ്പോൾ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നത് അങ്ങയിലാണ്. തള്ളിക്കളയാത്തവനിലാണ്, കാണുന്നവനിലാണ്, അറിയുന്നവനിലാണ് ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നത്. ഞെരുക്കത്തിലിരിക്കുമ്പോൾ വിശാലതയിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ളവനിലാണ് ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നത്. കഷ്ടതയുടെ നടുവിൽ നടന്നാലും ജീവിപ്പിക്കുന്നവനിലാണ് ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നത്. എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തുന്നവനാണ് എൻ്റെ പ്രത്യാശ. സ്തോത്രം. അതാണ് ദാവീദ് ശക്തമായി പറയുന്നത്, ഞാൻ നിന്നിൽ പ്രത്യാശ വച്ചിരിക്കുന്നു. എപ്പോൾ സാഹചര്യങ്ങൾ എതിരാകുമ്പോൾ, ചുറ്റുപാടുകളിൽ നിന്ന് കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ, തല നോക്കി പലരും തലകുലുക്കുമ്പോൾ, തലകുനിക്കപ്പെടുമെന്ന് നിന്നെക്കുറിച്ച് പറയുമ്പോൾ, പല്ലുകടിക്കുമ്പോൾ, അതിൻ്റെ നടുവിൽ പറയുകയാണ്, എനിക്ക് പ്രത്യാശിക്കാൻ ഒരിടമുണ്ട്, എൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തത്തില്ല. മറ്റടുത്ത ദാവീദ് പറയുന്നതാണ്. ഇവിടെ പറയുന്ന അടുത്ത ഭാഗം ശ്രദ്ധിക്കൂ സഹോദരങ്ങളെ. യഹോവേ, ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു, എൻ്റെ ദൈവമായ കർത്താവേ, നീ ഉത്തരമരുളും. ഞാൻ കർത്താവിൽ പ്രത്യാശ വച്ചിരിക്കുന്നത് കൊണ്ട് കർത്താവ് എനിക്ക് ഉത്തരമരുളും. എത്ര പേർ ഉറപ്പായി ഇന്ന് പറയും, ഞാൻ പ്രാർത്ഥിക്കുന്നത് വെറുതെയല്ല, ഞാൻ പ്രത്യാശിച്ചത് വെറുതെയല്ല, ഞാൻ നോക്കിയിരുന്നത് വെറുതെയല്ല, ഞാൻ ദൈവശബ്ദം കേട്ടത് വൃഥാവാകില്ല, കാരണം എനിക്ക് ഉത്തരമരുളുന്ന ദൈവമുണ്ട്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. സെക്കര്യാവിനോട് പറഞ്ഞതുപോലെ, സെക്കര്യാവേ, കൂടെയുള്ള ആളുകൾ കുറച്ചു കഴിഞ്ഞ് പ്രാർത്ഥന നിർത്തിക്കാണും. സെക്കര്യാ വൃദ്ധനായി. പക്ഷെ സെക്കര്യാവിനോട് പറയുക, സെക്കര്യാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. പ്രതീക്ഷ നഷ്ടപ്പെട്ട് കാണും, മനുഷ്യമായി ഭംഗം വരാൻ സാധ്യതകളുണ്ട്, നിന്ദകളുണ്ട്. അതാണ് എലിസബത്ത് പറഞ്ഞത്, മനുഷ്യരുടെ ഇടയിലുള്ള നിന്ദകൾ നീക്കിക്കളഞ്ഞു. ദൈവത്തിൻ്റെ കടാക്ഷം വന്നു, പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. പ്രാർത്ഥന നിർത്തരുത്. പ്രാർത്ഥിക്കുന്നവനൊരു ഉത്തരമുണ്ട്, കരയുന്നവനൊരു ഉത്തരമുണ്ട്, മുട്ടുമടക്കുന്നവനൊരു ഉത്തരമുണ്ട്. ദൈവം ഭാഗ തല കുനിക്കപ്പെട്ടവൻ്റെ തല ഉയർത്തിപ്പിടിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർ ദൂതേറ്റെടുക്കും. പ്രിയമാതാവേ, പിതാവേ, സഹോദര സഹോദരി, കുഞ്ഞേ,
പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടില്ല. പ്രാർത്ഥനയ്ക്കൊരു ഉത്തരമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്നു പകൽ വിളിച്ചു പറയുന്നു. എൻ്റെ പ്രാർത്ഥനയ്ക്ക്, നമുക്ക് ധൈര്യത്തോടൊന്ന് പറയാം, എൻ്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം അരുളും. എൻ്റെ തലമുറയുടെ വിഷയത്തിന് ഉത്തരം അരുളും. ഞാനിപ്പോൾ ഫേസ് ചെയ്യുന്ന വിഷയത്തിന് എൻ്റെ കർത്താവ് ഉത്തരമരുളും. എപ്പോഴെന്നറിയാമോ? ആളുകൾ നോക്കി നിൽക്കുമ്പോൾ, രക്ഷപ്പെടത്തില്ലെന്ന് പറയുമ്പോൾ, ദൈവത്തിങ്കൽ പോലും രക്ഷയില്ലെന്ന് പറയുമ്പോൾ, ഇതിൽ നിന്ന് പുറത്ത് വരത്തില്ലെന്ന് പറയുമ്പോൾ, തീർന്നെന്ന് പറയുമ്പോൾ, എൻ്റെ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരമുണ്ടെന്ന് പ്രഖ്യാപിക്കാൻ തയ്യാറാകൂ. ദൈവം ഒരു ഉത്തരം, സെക്കര്യാവിന് ഉത്തരം നൽകിയ ദൈവം, ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ ദൈവം, പ്രൈസ് ഗോഡ്, ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി ഉത്തരമരുളുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ വിഷയത്തിൻ്റെ സങ്കീർണത നോക്കരുത്. ഉത്തരമരുളുന്ന ദൈവത്തിൻ്റെ വലിപ്പം നോക്കണം. ആകാശത്തെയും ഭൂമിയെ ചമച്ച ദൈവത്തിന് നിങ്ങളുടെ വിഷയം ചെയ്യാൻ കഴിയില്ലേ? അത് വലുതാണോ സഹോദരങ്ങളെ? ഇന്ന് മുതൽ നന്ദിയോടെ സ്തോത്രം ചെയ്തിട്ട് പറ, ഞാൻ ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്നു. എങ്കിൽ പ്രത്യാശയുള്ളവരുമേ ധൈര്യപ്പെട്ടിരിക്കുക. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, നിങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ വച്ചിരിക്കുന്നു. അങ്ങേ ഞങ്ങൾ നോക്കുന്നു. അങ്ങയുടെ പൊന്മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഞങ്ങളുടെ യാചനയ്ക്ക് ഉത്തരമുണ്ട്. ഞങ്ങളോട് സംസാരിക്കുന്ന ദൈവമുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. അതിനായി ഞങ്ങൾ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവപ്രവൃത്തി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജനം വിടുതൽ പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. വീര്യപ്രവൃത്തികൾ സംഭവിക്കട്ടെ. തലമുറകൾ പിടിക്കപ്പെടട്ടെ. വഴികൾ തുറക്കട്ടെ. സകല അന്ധകാര ബന്ധനങ്ങളും കയ്യെഴുത്തുകളും ഞങ്ങൾക്കെതിരെ നിൽക്കുന്നതിന് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ക്യാൻസൽ ചെയ്യുന്നു. ജനം സ്വതന്ത്രരാകട്ടെ. ഒരാത്മാവിൽ നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്വാതന്ത്ര്യം വരട്ടെ. അഭിഷേകത്തിൽ നിറയട്ടെ. പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് ഇന്ന് പോലെ കേൾപ്പിച്ച ദൈവശബ്ദം എല്ലാ കുടുംബങ്ങളിലും അത് പ്രതിധ്വനിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ. അവിടെ അങ്ങനെ ചെയ്തിരിക്കാൻ നന്ദി. യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹനാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ പറ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. ഈ വചനങ്ങൾ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു കാറ്റ്.